കുറേ നാളുകളായി നമ്മൾ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ തുടക്കമാണ് ഇത്. ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത ആദ്യ വർഷം പമ്പയിലേക്ക് മണ്ഡലകാലത്തിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എത്തിയപ്പോഴാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു ആശുപത്രിയുടെ അനിവാര്യതയെക്കുറിച്ച് ചിന്തിച്ചത്. പമ്പയിൽ നമുക്ക് മണ്ഡലകാലത്ത് ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കപ്പെടും. അലോപ്പതിയിൽ, അതുപോലെ ആയുർവേദത്തിൽ, ഹോമിയോയിലൊക്കെ അവിടെ ആരോഗ്യ പ്രവർത്തകരെത്തി എല്ലാ അനിവാര്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. നിലയ്ക്കലിൽ ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് 2 ഡോക്ടേഴ്സിൻ്റെ സാധാരണ ദിവസങ്ങളിൽ OP ആണുള്ളത്. അതും ദേവസ്വം ബോർഡിൻ്റെ സ്ഥലത്താണ്, ബിൽഡിങ്ങിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടെ മണ്ഡലകാലത്താണ് ഒരു താൽക്കാലിക IC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. അപ്പോൾ ബഹുമാന്യനായ MLA, റാന്നിയുടെ പ്രിയപ്പെട്ട MLA, അദ്ദേഹവുമായിട്ടും ഞാൻ ഈ കാര്യം ചർച്ച ചെയ്തു. അതുപോലെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരുമായിട്ടും ജില്ലയിലെ ടീമുമായിട്ടും സ്റ്റേറ്റ് ടീമുമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട MLA ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മണ്ഡലകാലത്ത് ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് മാത്രമല്ല, എല്ലാ മലയാള മാസം 1-ാം തീയതിയും നട തുറക്കുമ്പോഴും ഇവിടെ തീർത്ഥാടകരെത്താറുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ പഞ്ചായത്താണ് പെരുന്നാട് പഞ്ചായത്ത്. അങ്ങ് പമ്പാവാലി വരെ വ്യാപിച്ചു കിടക്കുന്ന വലിയ പഞ്ചായത്ത്. ഈ ഭാഗത്തെ ജനങ്ങൾക്കൊരു അടിയന്തര ആവശ്യം വന്നാൽ എത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് പോകേണ്ടി വരുന്നത്. ഇപ്പോൾ ആന ചവിട്ടിയുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഒരു ട്രോമ ആൻഡ് എമർജൻസി നമുക്ക് എല്ലാ സർവീസസും, ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലോ ഒക്കെ കിട്ടുന്നത് പോലെയുള്ള എല്ലാ സർവീസസും നമുക്ക് ഇവിടെ നൽകാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്ക് അടിയന്തര ഘട്ടത്തിൽ, എമർജൻസി ഘട്ടങ്ങളിൽ അനിവാര്യമായിട്ടുള്ള ചികിത്സാ സേവനങ്ങൾ നൽകുന്ന ഒരിടം ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ്, അതുതന്നെ നമുക്ക് നടപ്പിലാക്കാം. ട്രോമ ആൻഡ് എമർജൻസി കെയർ ഒരുക്കപ്പെടുന്ന ഒരു ആശുപത്രി ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് ഈ നാടിൻ്റെയും നമ്മുടെ അട്ടത്തോട് നിന്നുള്ള സഹോദരങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെയും അതോടൊപ്പം ലക്ഷോപലക്ഷം തീർത്ഥാടകരുടെയും ആവശ്യമായി കണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ ഒരു ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിച്ചത്. അത്ര എളുപ്പമായിരുന്നില്ല ആ ശ്രമം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഭൂമി കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡുമായി നമ്മൾ ചർച്ച നടത്തി. ദേവസ്വം ബോർഡിൻ്റെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിയുടെ ഉൾപ്പെടുന്ന ബെഞ്ചിൻ്റെ അനുവാദമൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആദ്യം ദേവസ്വം ബോർഡ് നമുക്ക് നൽകിയ സ്ഥലം വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു, നമ്മൾ പറയില്ലേ കിഴക്കാം തൂക്കായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയില്ല, അതുപോലെ ഒരു സ്ഥലമായിരുന്നു. തട്ടായിട്ട് കിടക്കുക. താഴെ ഒരു അരുവി പോലെ ഒരു സ്ട്രീം അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ നിർമ്മിക്കാൻ കഴിയില്ല. പില്ലർ പല നിലയിലേക്ക് പല തട്ടിലായിട്ട് സ്ഥാപിച്ചുകൊണ്ടൊരു ആശുപത്രി. അതുമാത്രമല്ല, ഒരു ആശുപത്രി സ്ഥാപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്സസിബിലിറ്റിയാണ്. അപ്പോൾ ഒരു മണ്ഡലകാലത്ത് ധാരാളമായിട്ട് തീർത്ഥാടകർ എത്തുന്ന ഒരു സമയത്ത് ഓടിയെത്താൻ കഴിയുന്ന ആക്സസിബിളായിട്ടുള്ള ഒരു ഇടത്ത് ആശുപത്രി തുടങ്ങണം എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. നിരന്തരമായി ചർച്ച നടത്തി. ഞാനും MLAയും DMOയും DPMും ഒക്കെ ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചു. ഒരു കാരണവശാൽ പറ്റില്ല എന്ന് പറഞ്ഞു. മീറ്റിങ്ങുകളിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ വിഷയം പറഞ്ഞു. അപ്പോൾ സ്ഥലം മാറ്റി തന്നാൽ ഞങ്ങൾ ഫണ്ട് ക്രമീകരിച്ചിട്ടുണ്ട്, നമുക്ക് സ്ഥലം കിട്ടിയാൽ ആ ആശുപത്രിയുടെ നിർമ്മാണം തുടങ്ങാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ദേവസ്വം ബോർഡിനും അതോടൊപ്പം ആരോഗ്യ വകുപ്പിനും നമുക്ക് ഒരു യോജിപ്പിലെത്തിക്കൊണ്ട് ഒരു സ്ഥലം
ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം അത് ലഭ്യമാക്കി അവിടെയാണ് നമ്മൾ നിർമ്മാണം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞതുപോലെ ട്രോമ ആൻഡ് എമർജൻസി സംവിധാനം, അതോടൊപ്പം ഒരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിലും ISMൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫണ്ട് കൂടി ലഭ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് 50 സെൻറ്റ് സ്ഥലമാണ് ലഭ്യമായിട്ടുള്ളത്. കുറച്ച് സ്ഥലം കൂടി നിർമ്മാണം പുരോഗമിക്കുന്ന സമയത്ത് അതുകൂടി ലഭ്യമാക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് സംവിധാനത്തിലേക്ക്, ഒരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി ഇവിടെ തുടങ്ങാൻ കഴിയും. മണ്ഡലകാലത്ത് മാത്രമല്ല, തീർച്ചയായിട്ടും മറ്റിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തി ഈ ആശുപത്രിയുടെ സേവനങ്ങൾ, ഇപ്പം ആയുർവേദ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെൽനെസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എത്തുന്ന ഒരു നിലയിലേക്ക് ഈ ഒരു ആശുപത്രി ആരോഗ്യ കേന്ദ്രം ഉയർത്തപ്പെടും. പൊല്യൂഷൻ ഇല്ലാത്ത വായുമലിനീകരണം, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും വായുമലിനീകരണം കുറഞ്ഞിട്ടുള്ള ഇടം. അപ്പോൾ അവിടെ തന്നെ ഏറ്റവും ശുദ്ധമായ വായു, ശുദ്ധമായ അന്തരീക്ഷം, പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ അതിൻ്റെ എല്ലാ മനോഹാരിതയും ആവോളം അത് കണ്ടുകൊണ്ട് ഇവിടെ ഒരു ആശുപത്രിയിൽ ഒരു വെൽനസ്, ഒരു ആരോഗ്യ സംരക്ഷണം സാധ്യമാവുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ നിലയിൽ കൂടി നമ്മളതിനെ കാണുന്നുണ്ട്. ഒരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി എന്നുള്ള നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു യാത്രയിൽ ഞാനൊരു ഹൃദയം നിറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്. എളുപ്പമുള്ള യാത്രയായിരുന്നില്ല, ശ്രമകരമായിട്ടുള്ള യാത്രയായിരുന്നു. ഈ യാത്രയിൽ ഒന്നിച്ചൊപ്പം നിന്ന നമ്മൾ പറയില്ലേ കട്ടയ്ക്കൊപ്പം നിന്ന പ്രിയപ്പെട്ട MLA യോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്.